കേരളത്തിന്റെ അക്ഷരപുണ്യം, അക്ഷരങ്ങളിലെ ദൈവം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. വ്യക്തിപരമായി എനിക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം ഒരുപാട് വലുതാണ്. എന്നെപ്പോലുള്ള നടന്മാർക്ക് കിട്ടിയ അവസരങ്ങൾ, അദ്ദേഹത്തിന്റെ സിനിമയിൽ കിട്ടിയ അവസരങ്ങൾ ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത്. 1990-ൽ പെരുന്തച്ഛനിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാതാണ് ഞാൻ ആ ലൊക്കേഷനിൽ എത്തുന്നത്. കാരണം എന്നെ വിളിച്ചു വരുത്തി നോക്കിയിട്ട് ഈ കഥാപാത്രം നന്നായി നിങ്ങൾ ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങളെ ഇവിടെ നിലനിർത്തുകയുള്ളൂ, അല്ലെങ്കിൽ തിരിച്ച് അയക്കും എന്നുള്ള ഒരു വാക്കിലാണ് ഞാൻ എത്തുന്നത്. ഒരു ടെസ്റ്റ് എന്നോണം ഒരു സീൻ അവിടെ എടുത്ത് നോക്കുകയും റൂമിൽ വെച്ച് എടുത്ത് നോക്കുകയും അങ്ങനെ അത് വലിയ കുഴപ്പമില്ലെന്ന് അവർക്ക് തോന്നുകയും പിറ്റേ ദിവസം MT സാർ വന്നിട്ട് കൺഫേം ചെയ്യുള്ളൂ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സീൻ എന്തായാലും എടുത്തു തുടങ്ങിയപ്പോഴൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു. MT സാറ് ആൾക്കൂട്ടത്തിൽ ഒരു ചെയറിട്ടിരുന്ന് ഒരു ബീഡിയൊക്കെ പോയി ചെയ്ത് എല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് സ്വതവേ കാണുന്ന ചിരിയൊന്നും കണ്ടില്ല. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവം അധികം പരിചയമില്ലാത്ത ഞാൻ കരുതി എന്റെ അഭിനയം ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം, ചിലപ്പോൾ ഞാൻ ഇന്ന് തന്നെ തിരിച്ചു വീട്ടിൽ വരുമോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നു. പക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം എന്നെ ഉച്ചയ്ക്ക് റൂമിൽ വെച്ച് കണ്ടു പറഞ്ഞു, നല്ല കഥാപാത്രമാണ് എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു. അപ്പൊ ആ അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് അവന്റെ അഭിനയ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു അവാർഡായിരുന്നു. അവിടെ തുടർന്ന്